എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സിനിമകൾ ഇപ്പോൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. നടികർ, ED, ഹലോ മമ്മി, രേഖാചിത്രം, ഹണ്ട് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ധൂംധാം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. ഒരു റൊമാൻറ്റിക് മൂവിയാണ് ധൂംധാം. ഈ സിനിമ പ്രണയദിനത്തിൽ ഫെബ്രുവരി 14 നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാളം സീരീസാണ്. ഹോട്ട്സ്റ്റാറിലാണ് സീരീസ് വരുന്നത്. ഇതിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അജു വർഗീസ്, നീരജ് മാധവാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 28 ഈ സീരീസ് റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കാതിലേക്ക് നേരമില്ല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. ജയദേവി, നിത്യമേനോനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ കാതിലേക്ക് നേരമില്ല സിനിമയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 11 നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ റിലീസ്, അതായത് നാളെ രാത്രി 12 മണിക്ക്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ടോവിനോയുടെ കരിയറിലെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിരുന്നു ഈ സിനിമ. തിയേറ്ററുകളിൽ 8 നിലയിൽ പൊട്ടി. ഒരുപാട് താരങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇറക്കിയ പൈസ പോലും സിനിമയ്ക്ക് ലഭിച്ചില്ല. സിനിമ ഇറങ്ങിയിട്ട് ഇത്രയും നാളായി, ഇതുവരെ നടികർ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ടോവിനോ, സൗബിൻ, ഭാവന, അനൂപ് മേനോൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഡ്രാമ മൂവിയാണ്. ഇപ്പോഴിതാ ഈ മാസം ആമസോൺ പ്രൈമിൽ നടികർ സിനിമയുടെ റിലീസുണ്ട്. ഫെബ്രുവരി 14 സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ നിന്ന് നല്ല കയ്യടിയാണ് വേല സിനിമയ്ക്ക് ലഭിച്ചത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. ഷൈനികം, സണ്ണി വെയിനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ വേല സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ട് 1 വർഷത്തിന് മേലെയായി, ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഫെബ്രുവരി 28 ആമസോൺ പ്രൈമിൽ വേല സിനിമ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ED എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. സുരാജാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ED സിനിമയ്ക്ക് ലഭിച്ചത്. സിനിമ ഒരുപാട് കാലം തിയേറ്ററുകളിൽ ഓടി. ഇപ്പോഴിതാ ED സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ HD പ്രിന്റ് നേരത്തെ ലീക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഒഫീഷ്യൽ OTT എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 20 മുന്നേ ED സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് DN എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അസ്കർ, അന്ന റെജി, റായ് ലക്ഷ്മി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സൈനാപ്ലയാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഫെബ്രുവരി 20 സൈനാപ്ലയിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. DNAക്ക് നല്ല റെസ്പോൺസ് ആണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ഐശ്വര്യലക്ഷ്മി, ഷറഫുദ്ദീൻ ഇവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹലോ മമ്മി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു കയ്യടി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഹൊററും സിനിമയിലുണ്ട്. ആമസോൺ പ്രൈമിൽ ഫെബ്രുവരി 28 മുന്നേ ഹലോ മമ്മി OTT റിലീസ് ആകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഡൊമിനിക്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഡൊമിനിക് സിനിമയുടെ OTT വാങ്ങുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിൽ OTTയിൽ വന്നേക്കും, അതായത് ഫെബ്രുവരി പകുതിയോടെ സിനിമ റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ്. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിരുന്നു മാർക്കോ. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ മാർക്കോ OTT റിലീസാകാൻ. സോണി ലീവിലാണ് സിനിമയുടെ റിലീസ്. ഫെബ്രുവരി 14 പ്രണയദിനത്തിലാണ് മാർക്കോ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. എല്ലാവരും കാത്തിരിക്കുന്നത് ഹണ്ടിന് വേണ്ടിയാണ്. കാരണം മികച്ചൊരു കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു ത്രില്ലറാണ് ഹണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 14 ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് രേഖാചിത്രം. ഇതൊരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ്. ആസിഫ് അലിയാണ് സിനിമയിലെ നായകൻ. മികച്ച കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. രേഖാചിത്രം മാർച്ച് 5 മുന്നേ സോണി ലീവിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT
വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.